ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലേക്ക്. പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ബേക്കൽ ഫോർട്ടിന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു നല്ലൊരു ഹോട്ടലുണ്ട്, പ്രവാസി ഹോട്ടൽ. അവിടെ നിന്നാണ് രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് കഴിച്ചിട്ടുള്ളത്. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഫുഡും കഴിച്ച് നേരെ ബേക്കൽ ഫോർട്ടിലേക്ക്. കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു എൻട്രി ഫീ ഉണ്ട്, അതും എടുത്ത് കോട്ടയിലേക്ക്. ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിലെ പല കാഴ്ചകളും ഇന്ന് നമുക്ക് കാണാം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയും ആണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമത്തിൽ പണികഴിപ്പിച്ചതാണ്. ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലാത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു. ഇതിനുശേഷം ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിനു ശേഷം പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. കുമ്പളയിലെ ഇക്കേരി നായ്ക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായ്ക്കന്മാരിലെ ശിവപ്പ നായിക് 1650 ഏകദേശം 1645 1660 ഇടയ്ക്ക് ഈ കോട്ട നിർമ്മിച്ചു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ കോലാത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക് പുതുക്കിപ്പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. 1763 അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കൈയടക്കി. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം 1791 കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രതീരത്ത് വൻ കോട്ടമതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്തിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. ഈ ഒരു മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേക പരാമർശയോഗ്യമാണ്. 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശന മാർഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരിവുതലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ മറ്റു കോട്ടകളിൽ നിന്നും വ്യത്യസ്തമായി ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിക്കുന്നത് തദ്ദേശീയ രാജാക്കന്മാർ തന്നെയാണ്. ബേക്കൽ കോട്ടയുടെ പടിഞ്ഞാറുള്ള 2/3 ഭാഗവും അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരമായി അലച്ചെത്തുന്ന തിരകളുടെ തലോടലേറ്റുവാങ്ങിയാണ് കോട്ടയുടെ കിടപ്പ്. കോട്ടയുടെ ഉയർന്ന കടൽഭിത്തിക്ക് മുകളിൽ നിൽക്കുമ്പോൾ സൂക്ഷ്മമായി ചെവിയോർത്താൽ കോട്ടയുടെ കീഴെ ഒന്നിനൊന്നിന് പിറകായി അലച്ചെത്തി തല്ലിത്തകർത്ത് പൊട്ടിച്ചിതറുന്ന തിരമാലകളുടെ ചിലമ്പിച്ച ശബ്ദം കേൾക്കാം. സമുദ്രതീരവും തുറമുഖ നഗരവുമായ മലബാറിൻ്റെ വാണിജ്യ പ്രാധാന്യം ആദ്യമേ തന്നെ ഇക്കേരി രാജാക്കന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഉൾപ്പെടെയുള്ള വൈദേശിക സുഗന്ധദ്രവ്യ വ്യാപാരികളുടെ അങ്ങോട്ടുള്ള വരവ് അവർ കണക്കുകൂട്ടിയതാണ്. അതിന് തടയിടാനാണ് ഇക്കേരി രാജാവായ ഹിരിയ വെങ്കടപ്പ നായ്ക്കൻ ബേക്കൽ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. തുടർന്ന് 1645-60 കാലത്ത് ഇക്കേരി രാജാക്കന്മാരിലെ പ്രമുഖനായ ശിവപ്പ നായ്ക്കൻ ഭരണത്തിലിരിക്കുമ്പോഴാണ് കോട്ടയുടെ പണി പൂർത്തിയാകുന്നത്. അതേസമയം കോലോത്തിരി രാജാക്കന്മാർ പണിത കോട്ടയെ പുതുക്കിപ്പണിയുക മാത്രമാണ് ശിവപ്പ നായ്ക്കൻ ചെയ്തതെന്ന വാദവും നിലവിലുണ്ട്. 1799 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടതോടെ ബേക്കൽ കോട്ടയുടെ അവകാശം ഇംഗ്ലീഷുകാരുടെ കൈകളിലായി. ഇംഗ്ലീഷുകാർ ബേക്കൽ കോട്ടയെ ദീർഘകാലം കൈവശം വെച്ച് മലബാറിലെ തങ്ങളുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി നിലനിർത്തി. പ്രാദേശിക രാജാക്കന്മാർക്കെതിരെയും പോർച്ചുഗീസുകാർ, ഡച്ചുകാർ തുടങ്ങിയ വിദേശികൾക്കെതിരെയും പോരാട്ടത്തിലെ പ്രധാന താവളമായി അവർ കോട്ടയെ പ്രയോജനപ്പെടുത്തി. പിൽക്കാലത്ത് ഈ കോട്ട മലബാർ ഉൾപ്പെടെയുള്ള
ബ്രിട്ടീഷ് ആധിപത്യ പ്രദേശത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമായി മാറി. അതിനായുള്ള റെക്കോർഡ് സൂക്ഷിപ്പും ഓഫീസുമായി കോട്ടയെ ബ്രിട്ടീഷുകാർ പരിവർത്തനം ചെയ്തു. പിന്നീട് മലബാറിൽ അവരുടെ ശക്തി കുറഞ്ഞതോടെ അവർ കോട്ടയെ കൈയൊഴിഞ്ഞു. അതോടെ ബേക്കൽ കോട്ടയുടെ പ്രതാപം അസ്തമിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലമായി അവഗണനയിലായിരുന്ന ബേക്കൽ കോട്ട ഇന്ന് ഇന്ത്യൻ ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. അവർ കൃത്യമായ അറ്റകുറ്റപ്പണികളും നിയന്ത്രണങ്ങളും നടത്തി കോട്ടയെ നല്ല രീതിയിൽ നിലനിർത്തിപ്പോരുന്നു. മറ്റു കോട്ടകളേക്കാൾ മെച്ചപ്പെട്ടതും അതിവിദഗ്ധമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടതുമാണ് ഈ കോട്ട. ആയുധപ്പുര, കടലിന് നേർക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന പടക്കപ്പലുകളെ നേരിടാനുള്ള ഇടങ്ങൾ, കരയിൽ നിന്നെത്തുന്ന ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ജലസംഭരണി, ഒളിത്താവളങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഭൂഗർഭ പാതകൾ, സുരക്ഷാ സന്നാഹങ്ങൾ, അങ്ങനെ പല പല സൗകര്യങ്ങൾ ഈ കോട്ടകളിലുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ഇവിടെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇവിടെ മനോഹരമായ ഉദ്യാനങ്ങൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ ധാരാളം ഇവിടെ കാണപ്പെടുന്നുണ്ട്. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിനു ശേഷമുള്ള ബാക്കിയുള്ള വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അടുത്തതായി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം റാണിപുരത്തേക്കാണ്, കാസർഗോഡ് റാണിപുരം. എന്നാൽ ഓക്കെ, ബൈ.